കെ സുരേന്ദ്രൻ വരുമ്പോൾ തന്നെയും പ്രാദേശികമായി ബി.ജെ.പിയുടെ ഇടയിലൊരു എതിർപ്പുണ്ടല്ലോ. അപ്പോൾ അശ്വനി, അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിൻ്റെ പേരൊക്കെ ഉയർന്നു കേട്ടതാണ്. പക്ഷേ കെ സുരേന്ദ്രൻ എന്നുള്ളൊരു പേരിലേക്ക് ഫൈനലായി എത്തുകയാണ്. ഇപ്പോൾ നേരത്തെ ആൽബിൻ സൂചിപ്പിച്ച ആ ടോൾ വിഷയത്തിലൊക്കെ ഏറ്റവും ആദ്യം അശ്വനിയാണ് സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കാര്യം മാധ്യമങ്ങളെ അറിയിക്കുന്നത്. അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ അശ്വനിയുടെ ഒരു ആഗ്രഹം ഉണ്ടാവും, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു നിലപാട് നമുക്കറിയാം. അപ്പോൾ കെ സുരേന്ദ്രനെ തന്നെ മഞ്ചേശ്വരത്ത് ഇറക്കുമ്പോൾ പ്രാദേശികമായി പ്രശ്നങ്ങളുണ്ടോ അവിടെ? പ്രാദേശികമായിട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എടുത്തു നോക്കിക്കഴിഞ്ഞാലും ബി.ജെ.പിക്ക് പാർട്ടിക്കുള്ള വിഭാഗീയത അവിടെ പ്രശ്നമാകുന്നുണ്ട്. അതിപ്പം ഈ ശക്തി മണ്ഡലമായി കണക്കാക്കുന്ന മഞ്ചേശ്വരമാണെങ്കിലും നിയമമാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് തന്നെ അറിയാവുന്ന ബി.ജെ.പി സംസ്ഥാന നേതൃത്വം തന്നെ രണ്ടായി ചേരിതിരിഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ശീത സമരം ഇപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കെ സുരേന്ദ്രൻ, മറുഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ആ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞതാണ്. അവിടെ തന്നെ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം വന്നു. പ്രാദേശിക നേതൃത്വം അവിടുത്തെ മഞ്ചേശ്വരം മണ്ഡലം അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മഞ്ചേശ്വരം പ്രാദേശിക ഘടകം നേതൃത്വം സുരേന്ദ്രൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മണ്ഡലതലത്തിൽ ബി.ജെ.പിക്കുള്ളിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ജില്ലാ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. എം.എൽ. അശ്വിനി ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും ഒക്കെ ഒരു ബദ്ധവൈരികളെ പോലെ ഒരുപക്ഷെ ചില ഘട്ടങ്ങളിൽ സുരേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ചിറകുകൾ ഒടിക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് അശ്വിനി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതായത് സ്ഥാനാർത്ഥിത്വം കന്നഡ ഭാഷയിൽ, അതോടെ ഏറ്റവും സ്വാധീനമുള്ള കന്നഡ ഭാഷയിൽ എം.എൽ. അശ്വിനി പോസ്റ്റ് ഇടണമെങ്കിൽ അതായത് സുരേന്ദ്രന് വേണ്ടി എന്നെ ഒതുക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നു എന്നതാണ് അന്ന് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിനകത്ത് തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാദേശികവാദത്തിൻ്റെ സ്വഭാവം കന്നഡ ഭാഷയിൽ അശ്വിനി പോസ്റ്റ് ഇടുന്നു. അതായത് കന്നഡ സംസാരിക്കുന്ന ആളുകളുടെ ഒരു വികാരം കൂടി ഉൾപ്പെടുന്നതാണ് ഈ ബി.ജെ.പിൻ്റെ അവിടുത്തെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കന്നഡ ഭാഷയിൽ ഞാൻ ഇവിടെ മത്സരിക്കാൻ യോഗ്യയാണെന്ന് പരോക്ഷമായി പറയുന്ന ഒരു സ്വഭാവത്തിലുള്ള പോസ്റ്റായിരുന്നത്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നുള്ള രീതിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രനെ പോലെ ഒരാൾ വരണ്ട, അദ്ദേഹം പുറത്തുനിന്നൊരാളാണ്, ഇവിടെ കന്നഡ ഭാഷ സംസാരിക്കണം ഞാനുണ്ടെന്നുള്ളൊരു പരോക്ഷ സൂചന നടന്ന പോസ്റ്റ്. പക്ഷേ അശ്വിനി എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് ഞാനതല്ല ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സാധനം ആ അർത്ഥത്തിൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചപ്പോൾ 2011 തൊട്ട് നാലാമത്തെ ടൈം ഇപ്പോൾ സുരേന്ദ്രൻ വരുന്നത്, ഈ ഘട്ടങ്ങളിലൊന്നും RSS എന്ന് പറയുന്ന എല്ലാ കാലത്തും ബി.ജെ.പിയുടെ ഗ്രൗണ്ട് റൂട്ടഡായിട്ട് പ്രവർത്തിക്കുന്ന RSS എന്നൊരു സംവിധാനം സുരേന്ദ്രന് വേണ്ടി അർത്ഥത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ തവണയും സുരേന്ദ്രൻ അത്തരത്തിലൊരു പിന്തുണ കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ അശ്വിനിയെ പോലെ ഒരാളോ ശ്രീകാന്തിനെ പോലെ ഒരാളോ വന്നാൽ ഒരുപക്ഷെ സുരേന്ദ്രന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ RSS ബാക്കപ്പ് കിട്ടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പക്ഷേ അപ്പോഴും സുരേന്ദ്രൻ്റെ സ്റ്റേക്കാണ്. സുരേന്ദ്രൻ അവിടെ മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ സുരേന്ദ്രൻ മത്സരിക്കുക തന്നെ ചെയ്യും. സുരേന്ദ്രൻ വേണ്ടാന്ന് തീരുമാനിച്ചാൽ മാത്രമാണ് വേറെ ആളിട്ട് പോകാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ 3 സ്ഥാനാർത്ഥി പറയുമ്പോൾ തന്നെ സുരേന്ദ്രനോട് മഞ്ചേശ്വരത്ത് കേന്ദ്രീകരിക്കാനും വീടെടുത്ത് താമസിക്കാനും ഒക്കെ പറഞ്ഞു എന്നുള്ളൊരു വാർത്തകളുണ്ട്. ഏതാണ്ട് സുരേന്ദ്രൻ എന്ന അർത്ഥത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ വേഴ്സസ് ഈ പറയുന്ന തവണ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ബി.ജെ.പിക്ക് മുന്നിൽ ഇല്ല. കാരണം കെ സുരേന്ദ്രനോളം ശക്തമായ ഒരു സ്ഥാനാർത്ഥി മുഖം അവിടെ ബി.ജെ.പിക്ക് ഇല്ല. എം.എൽ. അശ്വിനി വന്നു കഴിഞ്ഞാൽ. പക്ഷേ അതേസമയം ദിപിൻ മാനന്തവാടി പറഞ്ഞൊരു പോയിന്റും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്ന് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ രീതി നമുക്കറിയാം. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ കുറേ കാലം, അങ്ങനെ കുറച്ചു കാലം മുന്നേ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി സുരേന്ദ്രനുണ്ടോ? ഈ എ.കെ.എം. അഷ്റഫ് ലീഗിനകത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറുക്കൾ അബ്ദുള്ള ആകട്ടെ, അവിടെ അതിന് മുൻപ് മത്സരിച്ച ലീഗ് നേതാക്കളാകട്ടെ, അവരാരും മഞ്ചേശ്വരംകാരായിരുന്നില്ല, തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലക്കാർ തന്നെയായിരുന്നു. പക്ഷേ എ.കെ.എം. അഷ്റഫിനുള്ള ഒരു ഗുണം എന്നുള്ളത് മഞ്ചേശ്വരത്ത് തന്നെ അതായത് മഞ്ചേശ്വരത്തിന്റെ അതിർത്തിയിൽ ജനിച്ച ഒരാളാണ്, കർണാടകയിൽ പോയി ഡിഗ്രി ചെയ്ത ഒരാളാണ്, ഗോവിന്ദ പൈ മെമ്മോറിയൽ കോളേജിൽ പോയി ABVP തോൽപ്പിച്ച് യൂണിവേഴ്സിറ്റി കൗൺസിലറായി 3 വട്ടം ABVP തോൽപ്പിച്ച് യൂണിവേഴ്സിറ്റിയിൽ ജയിച്ചു കയറിയ ഒരാളാണ്, യൂത്ത് ലീഗിന്റെ നേതാവായ ആളാണ്, അവിടെ മഞ്ചേശ്വരത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയ ആളാണ്. മഞ്ചേശ്വരത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരു ഇന്റർവ്യൂവിൽ എ.കെ.എം. അഷ്റഫ് തന്നെ പറയുന്നുണ്ട്, രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ 6 ഭാഷകളിൽ അവിടെയുള്ള ആളുകളുമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് ഞാൻ വരുന്നതെന്നാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അറിയാവുന്ന, അവിടെ ഇപ്പോൾ ഭാഷാ ന്യൂനപക്ഷം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ്. അപ്പോൾ അവരെ എല്ലാവരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എ.കെ.എം. അഷ്റഫ് എന്നുള്ളത്. ആ ഒരു ജനകീയതയാണ് എ.കെ.എം. അഷ്റഫിന്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ മഞ്ചേശ്വരത്തേക്ക് എടുത്തു നോക്കിയാൽ ഷിരൂർ സംഭവം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 45 ദിവസമാണ് എ.കെ.എം. അഷ്റഫ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ മന്ത്രിമാരും ഇവിടെയുള്ള മറ്റെല്ലാ MLA-മാരും അവിടേക്ക് പോയിരുന്നു. നമ്മൾ തന്നെ നേരിട്ട് അവിടെ പോയി കണ്ടതാണ്. അവിടെ കർണാടക നേതൃത്വവുമായി അവിടുത്തെ ആളുകളുമായിട്ടൊക്കെയുള്ള കോർഡിനേഷൻ നടത്തിയത് എ.കെ.എം. അഷ്റഫാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർജുന്റെ സഹോദരിയുടെ കല്യാണത്തിന് അർജുന്റെ അമ്മ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല, പക്ഷെ വിളിച്ചത് മഞ്ചേശ്വരത്തുകാരനായ എ.കെ.എം. അഷ്റഫിനെയാണ്. അത് അദ്ദേഹം വളരെ വൈകാരികമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ
എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു യുവാക്കളുടെ നല്ലൊരു ടീമിനെയൊക്കെ വാർത്തെടുക്കാൻ AK അഷ്റഫിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 2021 കണ്ട ഒരു AK അഷ്റഫിനെ അല്ല കെ സുരേന്ദ്രൻ ഇത്തവണ അവിടെ നേരിടാൻ പോകുന്നത്. നന്നായി വീർക്കേണ്ടി വരും. എത്ര വലിയ സംഘടനാ സംവിധാനം ഉപയോഗിച്ചാലും നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ. അവിടെ ഇപ്പോൾ 53% മുസ്ലിം വോട്ടുണ്ട്, 43% ഹിന്ദു വോട്ടുണ്ട്. അപ്പോൾ ഈ ഹിന്ദു വോട്ടുകളെല്ലാം നേടിയാൽ പോലും സുരേന്ദ്രന് ജയിക്കാൻ കഴിയില്ല എന്ന് ഈ കാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ അല്ലെങ്കിൽ UDF വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കളിലേക്കടക്കം സുരേന്ദ്രന് കടന്നു കയറാൻ ചെല്ലണം. ഒരു തരത്തിൽ BJPക്ക് പയറ്റാൻ പറ്റുന്ന എല്ലാം മാക്സിമം അവിടെ പയറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തന്നെ BJP പിടിക്കാവുന്നതിന്റെ മാക്സിമം വോട്ടുകൾ അവർ പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ AK അഷ്റഫുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യത്തോട് കൂടി പറഞ്ഞു പോകുന്നത് നല്ലതെന്ന് തോന്നുന്നു. കാരണം നമുക്കറിയാം ലീഗ് പിന്തുടരുന്ന ഒരു സ്ഥാനാർത്ഥി നിർണ്ണയ പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ എല്ലാം പൊളിച്ചുകൊണ്ടാണ് അന്ന് AK അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അതിനൊരു പ്രധാന കാരണം വെച്ചാൽ MC കമറുദ്ദീനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉയർന്ന സാമ്പത്തിക പ്രശ്നം അത് പ്രാദേശികമായിട്ടുള്ള ആളുകളെ ബാധിച്ചൊരു വിഷയമാണ്. അപ്പോൾ പ്രാദേശികമായിട്ട് ബാധിച്ചൊരു വിഷയത്തെ ടാക്കിൾ ചെയ്യണമെങ്കിൽ ആ പ്രദേശത്ത് നിന്നുള്ള ഒരാൾ വേണമെന്നുള്ള രീതിക്കാണ് ആ ഒരു സ്വീകാര്യതയുടെ പുറത്ത് മാത്രമാണ് AK അഷ്റഫ് സ്ഥാനാർത്ഥിയാവുന്നത്. പക്ഷേ അതിനുശേഷം സായി പറഞ്ഞതുപോലെ AK അഷ്റഫ് എന്ന് പറഞ്ഞ ഒരു ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവ് ഒരു വലിയ ജനകീയ നേതാവായി മാറുന്നു. ഒരു പ്രദേശത്തിൻ്റെ ഒരു ഐക്കൺ എന്നുള്ള രീതിക്കാണ് മാറാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയ പാറ്റേൺ പൊളിക്കുകയും ഇത് ലീഗിന് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയ പാറ്റേൺ ആയിട്ട് ഈ ഇലക്ഷനിൽ പോലും ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്തേക്കാം. ഇത്തവണ UDF പ്രതിസന്ധിയായി എന്ന് ചിലർ കണക്കാക്കുന്ന സാധനം SDPI അവിടെ സ്ഥാനാർത്ഥി നിർത്തുമെന്നുള്ളതാണ്. മുസ്ലിം വോട്ടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പ് മഞ്ചേശ്വരത്തുണ്ടാകും. അപ്പോൾ മഞ്ചേശ്വരത്തെ മത്സരത്തിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന പല ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയും 7 ഗ്രാമപഞ്ചായത്തും ഈ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം UDF-നൊപ്പമാണെന്നത് ശക്തമായി തന്നെ നിന്നു. അപ്പോൾ ഈ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതാണ് രാഷ്ട്രീയ കേരളം ഏറ്റവും രസകരമായി കൗതുകകരമായി രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതിൽ ലീഗ് അവിടെ ഒരു തുടർച്ച ഉണ്ടാകുമോ? എപ്പോഴും പിന്നിലായി പോകുന്ന BJP ഒരു അട്ടിമറി വിജയം നടത്തുമോ? ഇടതുപക്ഷത്തിന് ഇത്തവണ കുറച്ചുകൂടി ഒരു ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം.